അബു കോൺഗ്രസ് നേതാവാണ്, മനുഷ്യ സ്നേഹിയാണ്. വനിതാ MLA-മാരെ പരിഹസിച്ചതിൻ്റെ പേരിൽ ക്ഷമ പറഞ്ഞ മഹാനാണ്. അദ്ദേഹം തൻ്റെ തറപ്രസംഗം ആരംഭിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് കേരളത്തിലെ എല്ലാ കവലകളിലും സരിതയുടെ ഫോട്ടോ അവർ പ്രദർശിപ്പിച്ചു. സരിത എന്ന് പറഞ്ഞാൽ ജനങ്ങളെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ത്രീയാ, അല്ലല്ലേ? ഒന്നും മറച്ചു വെക്കൂല. അങ്ങനെയുള്ള സരിതയുടെ ഫോട്ടോ എല്ലാ കവലയിലും വെച്ചു. സരിതയോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചു. തകഴിയുടെ ചെമ്മീൻ എന്ന സിനിമയിലെ മധുവിന്റെ ശീലയുടെ ഫോട്ടോ എടുത്തു. എന്നിട്ട് മധുവിന്റെ തല, മധു പരീക്കുട്ടിയായിട്ട് അഭിനയിച്ചത്, ആ തലയങ്ങ് മാറ്റി പകരം ഉമ്മൻചാണ്ടിയുടെ തല വെച്ചു കൊടുത്തു. കറുത്തമ്മയുടെ ശീലയുടെ തല വെട്ടിമാറ്റി പകരം സരിതയുടെ തല വെച്ചു. ഇപ്പൊ പണിയെടുത്താൽ വരമ്പത്ത് കൂലി എന്ന് പറയാറുണ്ട്. പണിയെടുത്താൽ വരമ്പത്തല്ല, പണിയെടുത്താൽ പാടത്ത് തന്നെ കൂലിയാ. ഞങ്ങൾ ഒറ്റ ഫ്ലക്സും വെക്കുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു തറപ്പാട്ട്. എങ്ങനെ പ്രസംഗം കേൾക്കാൻ എത്തിയവരെ വെറുപ്പിക്കാം എന്നാണ് അദ്ദേഹം നോക്കുന്നത്. ഇപ്പോ ചാനലുകാര് ഇങ്ങനത്തെ ഓരോ രംഗത്തിനും ഓരോരോ പാട്ട് ഇതിനോടൊപ്പം ചേർക്കാറുണ്ട്. വേണമെങ്കിൽ ഒരു പാട്ട് ഞാൻ നിർദ്ദേശിക്കാം. അവർക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാവുന്ന. സംഗീതം പഠിക്കണമെന്നുള്ള മോഹവുമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല, ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അണ്ണാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചിക്കിച്ചി. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? വേറെ അതാര് ആരോട് പാടുന്നു എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഞാനതൊന്നും പറഞ്ഞ് കേസിനും വക്കാനത്തിനും ഞാനില്ല. അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്നു നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല. നല്ല മൂടല്ലേ? പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാചകക്കാരി. അതാണ് വെറുതെ നിങ്ങൾ പാറ്റി പറഞ്ഞു പറയല്ലേ. അന്നു നിന്റെ മീഴിയാകും മലർപ്പൊയ്കയിൽ പൊൻകിനാവിന്നര എണ്ണം ഇറങ്ങാറില്ല. പാട്ടുപാടി തന്നില്ലെങ്കിൽ, പൂ പറിക്കാൻ വന്നില്ലെങ്കിൽ, പാലോളി പുഞ്ചിരിമായും. ആ പാചകക്കാരി അത് തന്നെ. ഇനി ഒരു തറ വർണ്ണനയോടുകൂടി ഈ കൂതറ പ്രസംഗം കഴിയും. ഇത്രയും നേരം നിങ്ങളെ ബോറടിപ്പിച്ച മഹാനായ KC അബുവിന് വക്രന്റെ വക നല്ല നമസ്കാരം. ഇനിയും ഇതുവഴി വരണം, ആടിനെയും തെളിച്ചുകൊണ്ട്. ഞാൻ ഒരു ദിവസം ശങ്കരൻ വക്കീലിന്റെ വീട്ടിൽ പോയപ്പോ ശങ്കരൻ വക്കീല് എനിക്കിന്ന് കൈരളിയിലെ പാചകം കാണണമെന്ന്. ഞാൻ പറയും, പാചകം കാണണമെന്നോ? സാധാരണ പാചകമൊക്കെ വരുമ്പോൾ നമ്മൾ TV ഓഫ് ആക്കുക. പക്ഷെ വക്കീല് പറയാ, അതിലുള്ള പാചകം അബു ഒന്ന് കാണേണ്ടി തന്നെയാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അവസാനം ഞാനും കണ്ടു വക്കീലിന്റെ കൂടെ പാചകം. പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ നീന്തുന്ന കാണുന്നത്. തുമ്പോലാർച്ച, വടക്കമ്പാട്ട്, ഇയാളെ പാട്ട് കുഞ്ചാക്കോന്റെ പഴയ പടത്തിലൊക്കെ അല്ലേ തുമ്പോലാർച്ച, പിന്നെന്തേലും കടത്തനാട് മാണിക്യം, ഇതിലൊക്കെ ഇങ്ങനെ കുളിസീനുണ്ടാവുകയും അതെല്ലാം കണ്ടു. ഞാൻ പറയട്ടെ, ഒരു കോളേജ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ആ ഡ്രസ്സാണ് അണിയേണ്ടത്. വന്ന് കേറിയപ്പോ തന്നെ അടിച്ചോടിക്കേണ്ടതായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ല. അതാ എനിക്ക് പറ്റിയ തെറ്റ്. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. അപ്പോൾ ഇന്നത്തെ ക്രൂരകൃത്യങ്ങൾ കഴിഞ്ഞു. എടപ്പാടി പളനിസ്വാമി മറ്റൊരു പനീർസെൽവം ആകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും സന്ദീപം വരെ വണക്കം.